ഹൈ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഒരു ട്രെയിന് എന്ത് മൈലേജ് ലഭിക്കുമെന്നുള്ളത്. ഒരു ട്രെയിന് എന്ത് മൈലേജ് ലഭിക്കുമെന്നുള്ളത് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന കോച്ചുകളുടെയും ട്രെയിനിൻ്റെ സ്പീഡിനെയും ആശ്രയിച്ചിരിക്കും. എന്നാലും 18 മുതൽ 22 വരെയുള്ള കോച്ചുകളുള്ള ഒരു ട്രെയിൻ എഞ്ചിന് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 6 ലിറ്റർ ഡീസലാണ് വേണ്ടിവരിക. എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ 1 ലിറ്റർ ഡീസലിൽ 230 മീറ്റർ മാത്രമേ സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരം ട്രെയിനുകൾക്ക് ഇപ്പോഴത്തെ ഒരു ഡീസൽ വില അനുസരിച്ച് 1 കിലോമീറ്റർ സഞ്ചരിക്കുവാൻ 480 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ ആവുന്നതാണ്. ഈ ഒരു ചിലവ് താങ്ങാനാവാതെ വരുന്നതുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ഡീസൽ എഞ്ചിനുകളുടെ എണ്ണം പരിമിതപ്പെടുത്തി അവയ്ക്ക് പകരം ഇലക്ട്രിക് എഞ്ചിനുകൾ സ്ഥാപിക്കുകയും ചെയ്തത്. WLP-7 പോലുള്ള ഇലക്ട്രിക് എഞ്ചിനുകൾ 1 കിലോമീറ്റർ ഓടുവാൻ 20 യൂണിറ്റ് കറണ്ടാണ് വേണ്ടിവരുന്നത്. ഇപ്പോൾ റെയിൽവേ 1 യൂണിറ്റ് കറണ്ടിന് 6 രൂപ 50 പൈസയ്ക്കാണ് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ലോക്കോ ഉപയോഗിച്ച് ഒരു ട്രെയിന് 1 കിലോമീറ്റർ ഓടാൻ 130 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതായത് ഡീസൽ എഞ്ചിൻ്റെ 4/1 ചിലവ് മാത്രമേ ഇലക്ട്രിക് എഞ്ചിന് വരുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.